ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു സ്ട്രൈറ്റ് പാൻ്റാണ് തയ്ക്കുന്നത് കേട്ടോ. ഇത് ഒരു പാൻറ്റിൻ്റെ ബിറ്റാണ്. സാധാരണ നമ്മൾ തയ്ക്കുമ്പോൾ 4 ആക്കി മടക്കിയിട്ടാണ് നമ്മുടെ പാൻറ്റുകൾ തയ്ക്കാറ് ഇല്ലേ. സ്ട്രൈറ്റ് പാൻറ്റിന് ഫ്രണ്ടും ബാക്കും തനിത്തനിയായിട്ട് ചെയ്യണം കേട്ടോ. സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ വീഡിയോസ് നിറയെ ഇട്ടിട്ടുണ്ട് ഞാൻ. നമ്മുടെ മറ്റേ ചാനലിലും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റിച്ചിങ് കുറേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ബാക്കിലേക്ക് പോയാൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സാധാരണ തയ്ക്കുന്ന പാൻറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല തയ്ക്കേണ്ടത്. നീളത്തിൽ വരുന്ന ഭാഗം നീളമായിട്ട് എടുക്കുക, എന്നിട്ട് രണ്ടായിട്ട് ഭാഗിക്കുക. നീളം എത്രയാണ് ആവശ്യം വെച്ചാൽ അത് കറക്റ്റായിട്ട് 2 കാലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ ബിറ്റ് കൊടുക്കേണ്ടി വരും. ഹിപ്പിൻ്റെ അവിടെയും ബിറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇതേപോലെ ഹിപ്പിന് 32 സൈസുള്ള ഒരാളാണെങ്കിൽ 4 ഭാഗം മാർക്ക് ചെയ്യുക. 4 ഭാഗം 9 ആയിരിക്കും. അപ്പോൾ 9 മാർക്ക് ചെയ്തിട്ട് 2 ലൂസ്, അപ്പോൾ ലൂസിങ്ങിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ 9 + 2 11 ഇഞ്ചോളം കിട്ടും. മേൽവശത്ത് 11 മാർക്ക് കൊടുക്കുക. അതേ സ്ട്രൈറ്റ് താഴോട്ടും 11 അളവ് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 2 ഇഞ്ച് നമ്മൾ കർവ് ലൈന് കൊടുക്കുമല്ലോ ക്രോസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇങ്ങോട്ടേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കർവ് ലൈന് വരച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ പാൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓപ്പൺ സൈഡ് നമ്മുടെ ഭാഗത്തേക്കായിട്ട് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് 36 ആണ് വരുന്നത്. 36 + ഒരു 1.5 ഇഞ്ചോളം നമ്മൾ അടിയിൽ മടക്കാനായിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അടിയിൽ ക്യാൻവാസ് വെച്ചിട്ടാണ് തയ്ക്കണത്. അടിയിൽ പാൻറ്റിൻ്റെ ഓപ്പൺ സൈഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഈ എക്സ്ട്രാ ബിറ്റ് വേണമെങ്കിൽ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ, ഡിസൈൻസൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതിന് സെൻറ്റർ കാണാം. സെൻറ്റർ നമ്മൾ 11 ആണല്ലോ, 11ൻ്റെ പാതി എടുക്കുക, മാർക്ക് കൊടുക്കുക. അതേപോലെ താഴെ നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെയും അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് കൊടുക്കുക. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കാലിൻ്റെ റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാലിൻ്റെ റൗണ്ട് 2 വശത്തേക്കായിട്ട് 3 അതായത് മൊത്തം 6 ഇഞ്ചാണ് കൊടുക്കുന്നത് കണ്ടോ, ഇതുപോലെ. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇവിടേക്ക് ഒരു കേവ് ലൈൻ, ജസ്റ്റ് ഒരു കേവ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. സ്ട്രൈറ്റ് പാടില്ല, കേവ് ലൈൻ വരച്ചു കൊടുക്കുക. അതേപോലെ മുകളിൽ നിന്നിട്ട് താഴോട്ടും നമ്മളിപ്പോൾ 6 മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ആ 6ലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാർക്ക് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഷേപ്പൊക്കെ. നമ്മുടെ ഹിപ്പ് സൈസിനേക്കാൾ 2 ഇഞ്ച് ലൂസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ വരുന്നത് തന്നെ 4 ബിറ്റായിട്ട് വരും. ഫ്രണ്ടിലും 2 ബിറ്റ്, ബാക്ക് പീസിലും 2 ബിറ്റ്. അപ്പോൾ മൊത്തം 8 ഇഞ്ചോളം നമുക്കിതിൽ ലൂസ് കിട്ടും. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ സൈഡിൽ നമുക്ക് സ്റ്റിച്ചിങ് അലവൻസിന് ഒരു 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ മുകളിൽ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ടാണ് ഈ 9 + 11 ഇഞ്ച് നമ്മൾ താഴോട്ട് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിന് നമ്മുടെ മറ്റേ പീസ് ഉണ്ടല്ലോ, കാലിൻ്റെ ഇനിയൊരു കാലുണ്ടല്ലോ, ആ കാലിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് 2 ഇഞ്ച് ലൂസ് കൊടുക്കണം. ബാക്ക് പീസിന് എല്ലാ ഭാഗത്തും 2 ഇഞ്ച് ലൂസ് കൊടുക്കണം. ഓപ്പൺ സൈഡ് നമ്മുടെ വശത്തേക്കായിട്ട് വെക്കണം കേട്ടോ, ക്ലോസിങ് സൈഡ് അപ്പുറത്തേക്കായിട്ട് വെക്കണം. ബാക്ക് പീസ് നമ്മുടെ പാൻറ് ഇടുമ്പോൾ എപ്പോഴും കുറച്ച് ബാക്ക് വശം നമുക്ക് മേലോട്ട് തൂങ്ങി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് ബിറ്റ് 2 ഇഞ്ച് താഴോട്ടായിട്ട് വെക്കണം കേട്ടോ. അതായത് മേൽവശം 2 ഇഞ്ച് പൊങ്ങി നിൽക്കണം. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് ഞാൻ മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ എല്ലാ ഭാഗത്തും, ഈ ഭാഗത്ത് ഈ സൈഡിൽ മാത്രം, മറ്റേ സൈഡിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഒരുപാട് സ്ട്രൈറ്റ് പാൻറ്റുകൾ തയ്ച്ചിട്ടുണ്ട്. നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പോയിട്ട് നോക്കാവുന്നതാണ്. ആവശ്യക്കാർ വേണ്ടവർ നോക്കാവുന്നതാണ് കേട്ടോ. ഈ വശത്താണ് നമ്മൾ ലൂസിങ്ങിന് വേണ്ടി 2 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ, ബാക്ക് പീസിന് വേണ്ടിയിട്ട്.
ഈ ഭാഗമാണ് നമുക്ക് ബാക്കിലേക്ക് പൊങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വശം ഒന്നും ചെയ്യരുത്, മറ്റേ വശം മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. അടിവശത്ത് നമുക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇതിൽ തന്നെ ലെങ്ത്ത് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടിയിൽ ഒരു 2 ഇഞ്ച് ബിറ്റ് അടിയിലേക്ക് കൊടുത്താലും മതി കേട്ടോ. അതുപോലെ ഹിപ്പിൽ നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടും 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമില്ല. ഉള്ളിലുള്ള ആ പീസുകൾ കറക്റ്റായിരിക്കണം. ഞാനിപ്പം മുകൾ വശത്ത് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മുടെ കാലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ക്രോച്ച്, ആ ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടും ബാക്കും അതുപോലെ അടിക്കുക. രണ്ട് കാലും അതുപോലെ ക്രോച്ച് ഭാഗത്ത് നമ്മൾ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കാലിൻ്റെ സെൻറ്റർ അടിക്കുക കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കുക. എല്ലാത്തിലും 2 സ്റ്റിച്ച് അടിച്ചോളൂ. പിരിഞ്ഞു വരാൻ സാധ്യതയുണ്ടെങ്കിൽ ചില തുണികളൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇറങ്ങി വരുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് 2 സ്റ്റിച്ചായിട്ട് അടിക്കാം. ഉള്ളിലൊരു സ്റ്റിച്ച്, പുറത്തൊരു സ്റ്റിച്ച്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് അടിക്കുക കേട്ടോ. ആദ്യം സൈഡും സെൻറ്റർ അടിക്കുക, എന്നിട്ട് സൈഡ് വശങ്ങൾ ചേർത്തടിക്കുക കേട്ടോ. ഈ കാലിൻ്റെ അടിവശം ഒന്ന് മടക്കി കൊടുക്കേണ്ടത് ചെറിയൊരു ഓപ്പണൊക്കെ വെച്ച് കൊടുക്കാനാണ്. ഇപ്പോൾ നമ്മളെ കസ്റ്റമർ തയ്ക്കാൻ തന്നിട്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണമല്ലോ തയ്ച്ച് കൊടുക്കണേ. അപ്പോൾ എന്നോട് കാലിൻ്റെ അടിയിൽ ഓപ്പൺ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറിയൊരു ഓപ്പൺ വെച്ചിട്ട് ആ ഭാഗം മാത്രം വിട്ടിട്ട് വേണം നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ കേട്ടോ. എത്ര ദൂരം? ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് ഓപ്പണാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 2.5 ഇഞ്ച് ഓപ്പൺ ഞാൻ സൈഡ് കാലിൻ്റെ അടിവശത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലിറ്റ് അടിക്കുമല്ലോ ചുരിദാറിൻ്റെ, അതുപോലെ കാലിൻ്റെ അടിയിൽ അതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ മേൽവശത്ത് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കുക, എന്നിട്ട് 1 ഇഞ്ചോളം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ഹിപ്പ് സൈസ് നോക്കിയിട്ട് 26 ഇഞ്ച് എടുക്കുന്നുണ്ട്, പ്ലസ് 1 ഇഞ്ച് നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് 27 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹിപ്പ് നോക്കിയിട്ട് ഹിപ്പിൽ 3 ഭാഗം നമ്മൾ എലാസ്റ്റിക് എടുത്താൽ മതി, ഒരുപാട് ടൈറ്റും വയ്ക്കേണ്ട കേട്ടോ. ഇതിപ്പോൾ അടിച്ചിട്ട് നമ്മൾ ഉള്ളിലോടെ കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ മേൽവശം ഇതുപോലെ വെച്ചിട്ട് അടിച്ചാലും മതി കേട്ടോ. എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ മുകൾ വശത്ത് വലിച്ചു പിടിച്ച് ഒരടി അടിക്കുക, അല്ലെങ്കിൽ ഇറങ്ങി വരും എലാസ്റ്റിക്. അതാ ഇതുപോലെയാണ് പാൻറ്റ്. ബട്ടൺ സൈഡ്, ഓപ്പൺ സൈഡിൻ്റെ അവിടെ 2-3 ബട്ടണും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയുള്ള പാൻറ്റിൻ്റെ പണി. Thank you for watching.